ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അതും കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിനായി വേണ്ടത് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും കൂടെ പൊട്ടിക്കുക കേട്ടോ. അതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒരു 2 സവാളയൊക്കെ എടുക്കുക. നമ്മുടെ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള ചിക്കൻ അനുസരിച്ചുള്ള സവാള എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വഴഞ്ഞിട്ട് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കും കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും കൂടെ ഞാൻ പറയുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം യോജിപ്പിച്ച് ഇളക്കണം. ഉലുവയും ജീരകവും ഒക്കെ കൂടെ മിക്സായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായി ഉള്ളി വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്താക്കാം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 പച്ചമുളകും കൂടെ കീറിയിടാം. നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കീറിയിടാം കേട്ടോ. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അതിപ്പോൾ ഒരു 8 കഷ്ണമാക്കിയിട്ടാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ അതേ ഒരു ഫ്ലേവറും അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിന് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ചേർക്കണം. അതിന് മുന്നേ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മസാലകൾ, ഈ ഉള്ളിയും തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രൂപത്തിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ മസാലപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റാൻ മാത്രമേ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉപ്പിട്ടതിന് ശേഷം, ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് എന്താക്കാം, കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് നല്ലൊരു ഫ്ലേവർ കേട്ടോ നമുക്ക് ഈ ചിക്കൻ കറിക്ക്. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് രണ്ടും കൂടെ ചേർത്താൽ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കൊന്ന് ഇപ്പോൾ എടുക്കരുത് കേട്ടോ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇപ്പോൾ എടുക്കരുത്. ഇപ്പം അടച്ച് വെച്ചിട്ട് എന്താക്കാം, ആവശ്യത്തിനനുസരിച്ച് എടുക്കാം.